ദക്ഷിണ ലേണിംഗ്സിന്റെ തീം ബേസ്ഡ് പ്രിലിംസ് ഓറിയന്റഡ് എക്കോണമി സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മിനറൽസ് എന്ന ടോപ്പിക്കാണ്. ജോഗ്രഫിയുടെ ആസ്പെക്റ്റിലായാലും എക്കോണമിയുടെ ആസ്പെക്റ്റിലായാലും വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു മേഖലയാണ് മിനറൽസ്. അതായത് കറണ്ട് അഫയേഴ്സിന്റെ ആസ്പെക്റ്റിൽ വളരെയധികം ചോദ്യങ്ങൾ കാണാറുള്ള ഒരു മേഖലയാണ് ഈ പറയുന്ന മിനറൽസ്. സോ നമുക്ക് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ആദ്യം ഈ ഒരു മിനറൽസ് എന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് വന്നത് നമുക്ക് നോക്കാം. 2023 ഇൽമനേറ്റിനെ കുറിച്ചും റൂട്ടൈലിനെ കുറിച്ചും ഉള്ള ഒരു ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അതേസമയം തന്നെ മേജർ മിനറൽസിനെ കുറിച്ച് 2020 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. വീണ്ടും 2019 ആദ്യ കണക്ക് തന്നെ മൈനർ മിനറൽസിനെ കുറിച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. സ്റ്റീൽ പ്രൊഡക്ഷനെ കുറിച്ച് 2015 UPSC ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ തന്നെ മോണോസൈറ്റിനെ കുറിച്ച് 2015 UPSC ചോദിച്ചിട്ടുണ്ടായിരുന്നു. കോൾ സെക്ടർ, എനർജി സെക്ടർ അതുമായിട്ട് ലിങ്ക് ചെയ്ത് 2023 UPSC ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ കറണ്ട് അഫയേഴ്സിന്റെ ഭാഗമായിട്ട് വെസ്റ്റ് ടെക്സാസ് ഇന്റർമീഡിയറ്റ് എന്ന് പറയുന്ന ഒരു മിനറൽസ് ലിങ്ക് ചെയ്ത ടോപ്പിക്കുമായിട്ടും 2020 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. 2019 അഗൈൻ മൈനർ മിനറൽസിനെ കുറിച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായി. 2016 സ്റ്റീൽ പ്രൊഡക്ഷൻ ഇൻഡസ്ട്രീനെ കുറിച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അത് കണക്ക് 2009 MMTC ആയിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഇത്രയും ക്വസ്റ്റ്യൻസ് ഈ ഒരു സിംഗിൾ ടോപ്പിക്കിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ട്. സോ എക്കോണമിയുടെ പോയിന്റ് ഓഫ് വ്യൂവിലായാലും ജോഗ്രഫിയുടെ പോയിന്റ് ഓഫ് വ്യൂവിലായാലും വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു മേഖലയാണ് ഈ പറയുന്ന മിനറൽസ്. സോ ഫസ്റ്റ്ലി എന്താണ് മിനറൽസ്? മിനറൽസ് എന്ന് പറയുമ്പോൾ എർത്തിന്റെ ക്രസ്റ്റിൽ നിന്ന് പ്രകൃതിദത്തമായി കിട്ടുന്ന സോളിഡ് ആയിട്ടുള്ള വസ്തുക്കളെയാണ് നമ്മൾ മിനറൽസ് എന്ന് പറയാം. ഭൂമി അടക്കമുള്ള എല്ലാ ഗ്രഹങ്ങളെയും എല്ലാ പ്ലാനറ്റ്സിനെയും ബിൽഡ് ചെയ്തേക്കുന്നത് ഈ പറയുന്ന മിനറൽസ് വെച്ചിട്ടാണ്. സോ എല്ലാ മിനറൽസിനും സ്പെസിഫൈഡ് ആയിട്ടുള്ള രീതിയിൽ ഫിസിക്കൽ കോമ്പോസിഷനും അതേണക്ക് തന്നെ കെമിക്കൽ കോമ്പോസിഷനും മിനറൽസിനും ഉണ്ട്. അതേപോലെ തന്നെ വളരെയധികം ക്രിസ്റ്റലൈൻ ഫോമാറ്റ് ആണ് ഇതിന്റെ ഒരു നേച്ചർ ആയിട്ട് പറയുന്നത്. സോ മിനറൽസിനെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. എർത്തിന്റെ ക്രസ്റ്റിൽ നിന്ന് ലഭിക്കുന്ന പ്രകൃതിദത്തമായിട്ടുള്ള സോളിഡ് പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ മിനറൽസ് എന്ന് പറയുക. മിനറൽ ബെൽറ്റുകൾ ഇന്ത്യയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഇന്ത്യൻ ജോഗ്രഫിനെ ഡിവൈഡ് ചെയ്യുന്ന മിനറൽ ബെൽറ്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 5 ബെൽറ്റുകളാണ് നമുക്ക് ഉള്ളത്. നോർത്ത് ഈസ്റ്റേൺ പെനിൻസുലാർ ബെൽറ്റ്, നോർത്ത് വെസ്റ്റേൺ ബെൽറ്റ്, സൗത്ത് വെസ്റ്റേൺ ബെൽറ്റ്, സതേൺ ബെൽറ്റ്, സെൻട്രൽ ബെൽറ്റ്. ഇങ്ങനെ ഒരു 5 ബെൽറ്റുകളാണ് ഇന്ത്യയുടെ മൊത്തത്തിലുള്ള മിനറൽ ബെൽറ്റ് ആയിട്ട് നമ്മൾ പറയുന്നത്. അതിൽ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് നോർത്ത് ഈസ്റ്റേൺ പെനിൻസുലാർ ബെൽറ്റ്. നോർത്ത് ഈസ്റ്റേൺ പെനിൻസുലാർ ബെൽറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു മാപ്പിനകത്ത് നോക്കുമ്പോൾ ഈ പറയുന്ന ജാർഖണ്ഡ്, ഒഡീഷ, വെസ്റ്റ് ബംഗാൾ, ഛത്തീസ്ഗഡ് തുടങ്ങിയ മേഖലകളാണ് ഈ പറയുന്ന നോർത്ത് ഈസ്റ്റേൺ പെനിൻസുലാർ ബെൽറ്റിൽ വരുന്നത്. സോ ഈ നോർത്ത് ഈസ്റ്റേൺ പെനിൻസുലാർ ബെൽറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള മിനറൽ ഡെപ്പോസിറ്റുകൾ കാണപ്പെടുന്ന ഒരു സ്ഥലമാണ് നോർത്ത് ഈസ്റ്റേൺ പെനിൻസുലാർ ബെൽറ്റ്. അതായത് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള അതായത് വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള എല്ലാ മിനറൽസും നമുക്ക് ഈ പറയുന്ന നോർത്ത് ഈസ്റ്റേൺ പെനിൻസുലാർ ബെൽറ്റിൽ കാണാൻ കഴിയും. അയൺ, കോള്, മാംഗനീസ്, ബോക്സൈറ്റ്, മൈക്ക തുടങ്ങിയ വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള മിനറൽസ് മൊത്തം നോർത്ത് ഈസ്റ്റേൺ പെനിൻസുലാർ ബെൽറ്റിൽ കാണാൻ സാധിക്കും. അവിടുത്തെ തന്നെ ഛോട്ടാ നാഗ്പൂർ, ജാർഖണ്ഡിലെ ഛോട്ടാ നാഗ്പൂർ റീജിയൻ എന്ന് പറയുന്നത് ഇന്ത്യൻ ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന സ്ഥലമാണ്. അതായത് ഹാർട്ട് ലാൻഡ് ഓഫ് മിനറൽസ് എന്നറിയപ്പെടുന്ന ഒരു പ്ലേസുമാണ്. സോ അത്രയും ഇമ്പോർട്ടൻസ് ഉള്ള അത്രയും ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള മിനറൽസിനെ കാണിക്കുന്ന മിനറൽസിന്റെ ഡെപ്പോസിറ്റ് കാണിക്കുന്ന ഒരു റീജിയൻ ആണ് ഈ പറയുന്ന നോർത്ത് ഈസ്റ്റേൺ പെനിൻസുലാർ ബെൽറ്റ്. സോ ഇന്ത്യയുടെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീസ് ഒക്കെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന നോർത്ത് ഈസ്റ്റേൺ പെനിൻസുലാർ ബെൽറ്റിലാണ്. സോ നോർത്ത് ഈസ്റ്റേൺ പെനിൻസുലാർ ബെൽറ്റിന്റെ റീജിയൻസ് എന്ന് പറയുന്നത് ജാർഖണ്ഡ്, ഒഡീഷ, വെസ്റ്റ് ബംഗാൾ, ഛത്തീസ്ഗഡ് തുടങ്ങിയ ഭാഗങ്ങളാണ്. നെക്സ്റ്റ് സെൻട്രൽ ബെൽറ്റ്. സെൻട്രൽ ബെൽറ്റ് എന്ന് പറയുമ്പോൾ സെൻട്രൽ റീജിയൻസിനെ ഫോക്കസ് ചെയ്ത് വരുന്ന ബെൽറ്റിനെയാണ് നമ്മൾ സെൻട്രൽ ബെൽറ്റ് എന്ന് പറയുക. അതായത് ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര തുടങ്ങിയ റീജിയൻസ് ആണ് സെൻട്രൽ ബെൽറ്റിൽ വരിക. ഇവിടെ മാംഗനീസ്, ബോക്സൈറ്റ്, ലൈം സ്റ്റോൺ, മാർബിൾ, മൈക്ക തുടങ്ങിയ ഒട്ടനവധി പ്രോമിനന്റ് ആയിട്ടുള്ള മിനറൽസിനെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ദെൻ സതേൺ ബെൽറ്റ്. സതേൺ ബെൽറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഫെറസ് മിനറൽ റിസോഴ്സ് കാണിക്കുന്ന സ്ഥലമാണ്. എന്താണ് ഈ പറയുന്ന ഫെറസ് മിനറൽ റിസോഴ്സ് എന്ന് പറയുന്നത്? അയൺ കണ്ടന്റ് ഉള്ള മിനറൽസിനെ കാണിക്കുന്നതാണ് ഫെറസ് എന്ന് പറയുന്നത്. സോ അയൺ കണ്ടന്റ് ഉള്ള മിനറൽസിനെ കാണപ്പെടുന്ന സ്ഥലമാണ് സതേൺ ബെൽറ്റ്. പക്ഷെ അതേപോലെ തന്നെ അവിടെ കോൾ റിസർവുകൾ ഒന്നും തന്നെ അധികം കാണപ്പെടുന്നില്ല. ഒരു എക്സെപ്ഷൻ പറയുന്നത് നെയ്വേലിയിലുള്ള ലിഗ്നൈറ്റ് ഡെപ്പോസിറ്റ് മാത്രമാണ്. സോ സതേൺ ബെൽറ്റ് റീജിയൻ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന തമിഴ്നാട്, കർണാടക റീജിയൻസ് മൊത്തത്തിൽ വരുന്നതാണ് ഈ സതേൺ ബെൽറ്റ് എന്ന് പറയുന്നത്. സൗത്ത് വെസ്റ്റേൺ ബെൽറ്റ് അതായത് വെസ്റ്റേൺ കർണാടക, ഗോവ റീജിയൻസിന് ബേസ് ചെയ്ത് വരുന്നതാണ് സൗത്ത് വെസ്റ്റേൺ ബെൽറ്റ്. വെസ്റ്റേൺ കർണാടക, ഗോവ റീജിയൻസിനെ ബേസ് ചെയ്ത് വരുന്നതാണ് സൗത്ത് വെസ്റ്റേൺ ബെൽറ്റ് എന്ന് പറയുന്നത്. ഇവിടെ
അയൺ ഓർ അതേണക്ക് തന്നെ ക്ലേ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവിടെ കാണപ്പെടുന്നുണ്ട്. ഇവിടെ നമ്മൾ ഈ നോർത്ത് ഈസ്റ്റിൽ പറഞ്ഞ പോലെ, നോർത്ത് ഈസ്റ്റ് പെനിൻസുലാർ ബെൽറ്റിൽ പറഞ്ഞ പോലെയുള്ള വളരെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള മിനറൽസ് ഒന്നും തന്നെ ഇവിടെ കാണപ്പെടുന്നില്ല. അത്രയും പ്രോമിനന്റ് ആയിട്ടുള്ള മിനറൽസ് ഒന്നും തന്നെ ഇവിടെ ഇല്ല. പക്ഷെ അതേസമയം തന്നെ കേരളത്തില് മോണസൈറ്റിന്റെയും തോറിയത്തിന്റെയും ഡെപ്പോസിറ്റ് കാണുന്നുണ്ട്. ഗോവയിലാണെങ്കിൽ തന്നെ അയൺ ഓറിന്റെ ഡെപ്പോസിറ്റ് കാണപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് നോർത്ത് വെസ്റ്റേൺ ബെൽറ്റ്. അതായത് ഈ ആരവല്ലി ഭാഗങ്ങൾ, വെസ്റ്റേൺ രാജസ്ഥാൻ, ഗുജറാത്ത് ഭാഗങ്ങളിൽ ലൊക്കേറ്റ് ചെയ്ത് വരുന്നതാണ് ഈ പറയുന്ന നോർത്ത് വെസ്റ്റേൺ ബെൽറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു എൻ്റെ റീജിയനാണ് നമ്മൾ നോർത്ത് വെസ്റ്റേൺ ബെൽറ്റ് ആയിട്ട് പറയുന്നത്. സോ ഇവിടെ എന്ന് പറയുന്നത് ഈ ഗുജറാത്ത് എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും വളരെയധികം പെട്രോളിയം ഡെപ്പോസിറ്റ് കൂടുതലുള്ള ഒരു സ്റ്റേറ്റ് ആണ്. അതേപോലെ തന്നെ സോൾട്ട് ഡെപ്പോസിറ്റിനായാലും ഈ പറയുന്ന രാജസ്ഥാൻ ആയാലും ഗുജറാത്ത് ആയാലും വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള രണ്ട് സ്റ്റേറ്റുകളാണ്. ഇവിടെ കൂടുതലും കാണപ്പെടുന്ന നോൺ ഫെറസ് മെറ്റൽ മിനറൽസ് ആണ്. എന്താണ് ഈ പറയുന്ന നോൺ ഫെറസ് മെറ്റൽ മിനറൽസ് എന്ന് പറയുന്നത്? അതായത് അയണിന്റെ കണ്ടന്റ് തീരെ ഇല്ലാത്ത, ഇരുമ്പിന്റെ കണ്ടന്റ് തീരെ ഇല്ലാത്ത മിനറൽസിനെയാണ് നമ്മൾ ഇവിടെ നോൺ ഫെറസ് മെറ്റൽസ് എന്ന് പറയുന്നത്. അതായത് കോപ്പർ, ലെഡ്, സിങ്ക്, യുറേനിയം, മൈക്ക തുടങ്ങിയ മിനറൽസ് ആണ് ഇവിടെ കാണപ്പെടുന്നത്. അതേപോലെ തന്നെ സിമെന്റ് ഇൻഡസ്ട്രിയിലെ റോ മെറ്റീരിയൽസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഡോളമൈറ്റ് ആയാലും ലൈം സ്റ്റോൺ ആയാലും ഒക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. ഇത്രയുമാണ് നോർത്ത് വെസ്റ്റേൺ ബെൽറ്റിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇപ്പൊ നമ്മൾ തന്നെ പറഞ്ഞു ഫെറസ് മെറ്റൽസ്, അതേണക്കെ നോൺ ഫെറസ് മെറ്റൽ മിനറൽസ്, ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു. സോ ഈ മിനറൽസിനെ നമ്മൾ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുക. മെറ്റാലിക് മിനറലിനും നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, അതേപോലെ നോൺ മെറ്റാലിക് മിനറലിനും നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഈ മെറ്റാലിക് മിനറൽസിൽ വീണ്ടും സബ് ഡിവൈഡ് ചെയ്യുന്നുണ്ട് ഫെറസ് മിനറൽസ് എന്നും നോൺ ഫെറസ് മിനറൽസ് എന്നും. എന്താണ് ഈ പറഞ്ഞ ഫെറസ് മിനറൽസ് എന്നുള്ളത്? അയൺ കണ്ടന്റ് വളരെയധികം ഉള്ള മിനറൽസിനെയാണ് നമ്മൾ ഫെറസ് മിനറൽസ് എന്ന് പറയുന്നത്. അതായത് അയൺ ഓർ, മാംഗനീസ് തുടങ്ങിയവയൊക്കെ ഫെറസ് മിനറൽസിൽ വരുന്നതാണ്. നോൺ ഫെറസ് മിനറൽസ് എന്ന് പറയുന്നത് കോപ്പർ, അതേപോലെ തന്നെ ബോക്സൈറ്റ് തുടങ്ങിയ കാര്യങ്ങൾ, അതായത് അയൺ കണ്ടന്റ് തീരെ ഇല്ലാത്ത മിനറൽസിനെയാണ് നമ്മൾ നോൺ ഫെറസ് മിനറൽസ് എന്ന് പറയുക. ഇനി അതിന്റെ സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു നോൺ മെറ്റാലിക് മിനറൽസ്. എന്താണ് ഈ പറഞ്ഞ നോൺ മെറ്റാലിക് മിനറൽസ് എന്ന് പറയുന്നത്? മെറ്റൽസിന്റെ കണ്ടന്റ് തീരെ ഇല്ലാത്ത മിനറൽസിനെയാണ് നമ്മൾ നോൺ മെറ്റാലിക് മിനറൽസ് എന്ന് പറയുക. ഈ നോൺ മെറ്റാലിക് മിനറൽസിനെ എഗെയിൻ നമ്മൾ സബ് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതിലൊന്നാണ് ഫ്യൂവൽ മിനറൽസും അതർ നോൺ മെറ്റാലിക്സും. ഈ ഫ്യൂവൽ മിനറൽസ് എന്ന് പറയുന്നത് നമ്മുടെ എനർജി സെക്ടറിൽ നമ്മൾ വളരെയധികം യൂസ് ചെയ്യുന്ന കോള്, നാച്ചുറൽ ഗ്യാസ്, പെട്രോളിയം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഫ്യൂവൽ മിനറൽസിൽ വരിക. അതേസമയം അതർ നോൺ മെറ്റാലിക്സ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ മൈക്ക, അതേണക്ക് തന്നെ ഗ്രാഫൈറ്റ് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ അതർ നോൺ മെറ്റാലിക്സിലും വരിക. ഇനി ഇതിന് ഓരോന്നിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ നോക്കാം. ഫസ്റ്റ് വൺ മെറ്റാലിക് മിനറൽസ്. മെറ്റാലിക് മിനറൽസ് എന്ന് പറയുന്നത് മെറ്റൽ കണ്ടന്റ് വളരെയധികം ഉള്ള മിനറൽസിനെയാണ് നമ്മൾ മെറ്റാലിക് മിനറൽസ് എന്ന് പറയുക. മെറ്റൽസിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക, ഈ മിനറൽസ് ത്രൂ മെറ്റൽസിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് കിട്ടുന്ന മെറ്റൽസ് വളരെ പ്യൂറസ്റ്റ് ഫോമിലുള്ള മെറ്റൽസ് ആയിരിക്കും നമുക്ക് കിട്ടുക. വളരെ പ്രീഷ്യസ് ആയിട്ടുള്ള മെറ്റൽസിനെയാണ് നമുക്ക് ഈ മെറ്റാലിക് മിനറൽസ് ത്രൂ കിട്ടുന്നത്. ഈ മെറ്റാലിക് മിനറൽസിൽ തന്നെ നമ്മൾ പറഞ്ഞു ഫെറസ് മിനറൽസും ഉണ്ട്, നോൺ ഫെറസ് മിനറൽസും ഉണ്ട്. അതിൽ ഫെറസ് മിനറൽസിൽ വളരെ പ്രോമിനന്റ് ആയിട്ട് പറയുന്ന ഒന്നാണ് അയൺ ഓർ എന്ന് പറയുന്നത്. ഇന്ത്യ എന്ന് പറയുന്നത് വളരെയധികം റിച്ച് അയൺ ഡെപ്പോസിറ്റ് ഉള്ള രാജ്യമാണ്. നമുക്ക് ഇവിടെ കൂടുതലായിട്ടും കിട്ടുന്ന അയൺ ഓർ എന്ന് പറയുന്നത് ഹേമറ്റൈറ്റും അതേ കണക്ക് തന്നെ മാഗ്നറ്റൈറ്റും ആണ്. സോ നമ്മുടെ അയൺ ഓർ കൂടുതലും ക്ലോസ്ലി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന കോൾ സെക്ടറുമായിട്ട്, അതായത് കോൾ ഫീൽഡുമായിട്ടാണ് കൂടുതലും ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റേൺ പെനിൻസുലാർ ബെൽറ്റ് അല്ലെങ്കിൽ ആ നോർത്ത് ഈസ്റ്റേൺ റീജിയനിലാണ് കൂടുതലും അയൺ ഓറിന്റെ ഡെപ്പോസിറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ നമ്മൾ ഈ പറയുന്ന മാഗ്നറ്റൈറ്റ് എന്ന് പറയുന്ന ഒരു 70% അയൺ കണ്ടന്റ് ഉള്ള മിനറലാണ് ഈ പറയുന്ന മാഗ്നറ്റൈറ്റ്. വളരെയധികം മാഗ്നറ്റിക് ക്വാളിറ്റീസ് കാണിക്കുന്ന ഒന്നാണ് മാഗ്നറ്റൈറ്റ്. ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രിയിലൊക്കെ വളരെയധികം യൂസ് ചെയ്യുന്ന ഒരു മിനറലാണ് ഈ പറയുന്ന മാഗ്നറ്റൈറ്റ്. ദെൻ ഹേമറ്റൈറ്റിനകത്തുള്ള അയൺ കണ്ടന്റ് എന്ന് പറയുന്നത് വളരെ ഇറ്റ് ഈസ് 50 to 60% മാത്രമാണ്. അതിനൊക്കെ തന്നെ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ഇൻഡസ്ട്രിയൽ അയൺ ഓർ ആണ് ഈ പറയുന്ന ഹേമറ്റൈറ്റ്. വളരെയധികം ക്വാണ്ടിറ്റിയിൽ ഇൻഡസ്ട്രീസിലൊക്കെ യൂസ് ചെയ്യുന്ന ഒന്നാണ് ഹേമറ്റൈറ്റ്. ഇനി ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും മേജർ ആയിട്ടുള്ള അയൺ ഓർ ബെൽറ്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മൊത്തത്തിൽ ഇന്ത്യൻ ജോഗ്രഫി വെച്ച് നോക്കുമ്പോൾ 4 അയൺ ഓർ ബെൽറ്റുകളാണ് നമുക്കുള്ളത്. ഫസ്റ്റ് വൺ ഒറീസ ജാർഖണ്ഡ് ബെൽറ്റ്, ദെൻ ദുർഗ്ബാസ്തർ ചന്ദ്രപൂർ ബെൽറ്റ്, ബെല്ലാരി ചിത്രദുർഗ ചിക്മംഗ്ലൂർ തുംകൂർ ബെൽറ്റ്, ദെൻ മഹാരാഷ്ട്ര ഗോവ ബെൽറ്റ്. ഇങ്ങനെ 4 ബെൽറ്റുകളാണ് ടോട്ടലി നമുക്ക് ഉള്ളത്. ഇതിൽ ഓരോന്നും നോക്കാം. ഫസ്റ്റ് വൺ ഒറീസ ജാർഖണ്ഡ് ബെൽറ്റ്. ഒറീസ ജാർഖണ്ഡ് റീജിയനിലെ കോൺസെൻട്രേറ്റ് ചെയ്ത് വരുന്ന ബെൽറ്റ് ആണ് ഒറീസ ജാർഖണ്ഡ് ബെൽറ്റ്. അതായത്
വളരെയധികം ഹൈ ഗ്രേഡ് ആയിട്ടുള്ള ഹേമറ്റൈറ്റ് കിട്ടുന്ന സ്ഥലമാണ് ഈ പറയുന്ന ഒറീസ ജാർഖണ്ഡ് ബെൽറ്റ്. ജാർഖണ്ഡിലെ ഗുവ, നുവമുണ്ടി മൈൻസ്, അതേ കണക്ക് തന്നെ ഒറീസയിലെ മയൂർഭഞ്ച് മൈൻസ്, ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുന്ന സ്ഥലങ്ങളാണ്. പലപ്പോഴും പത്രങ്ങളിലൊക്കെ കറണ്ട് അഫയേഴ്സിന്റെ ഭാഗമായിട്ടൊക്കെ വന്ന് കാണാറുള്ള പേരുകളാണ് ഈ പറയുന്ന മയൂർഭഞ്ച് ആയാലും ഗോവ നവമുണ്ടി മൈൻസ് ഒക്കെ ആയാലും ഒക്കെ. സോ ഈ ഒരു ഒറീസ ജാർഖണ്ഡ് ബെൽറ്റിലാണ് ഇന്ത്യയുടെ പ്രോമിനന്റ് ആയിട്ടുള്ള പല ഇൻഡസ്ട്രിയൽ പ്ലാന്റ്സും ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ ദുർഗ്ബാസ്തർ ചാന്ദ്രപൂർ ബെൽറ്റ്. ദുർഗ്ബാസ്തർ ചാന്ദ്രപൂർ ബെൽറ്റ് എന്ന് പറയുന്നത് ഛത്തീസ്ഗഡ്, മഹാരാഷ്ട്ര റീജിയനെ കോൺസെൻട്രേറ്റ് ചെയ്ത് വരുന്ന ബെൽറ്റ് ആണ് ദുർഗ്ബാസ്തർ ചാന്ദ്രപൂർ ബെൽറ്റ്. സ്റ്റീൽ മേക്കിങ്ങിന് വളരെയധികം പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു മേഖലയാണത്. അത് കണക്ക് തന്നെ ജപ്പാനിലേക്കും സൗത്ത് കൊറിയയിലേക്കും ഇവിടുന്ന് എക്സ്പോർട്ട് ഉണ്ട്. വിശാഖപട്ടണം പോർട്ട് വഴി ജപ്പാനിലേക്കായാലും സൗത്ത് കൊറിയയിലേക്കായാലും ഒക്കെ എക്സ്പോർട്ട് നടത്തുന്നുണ്ട്. ദെൻ ബെല്ലാരി, ചിത്രദുർഗ, ചിക്മംഗ്ലൂർ, തുംകൂർ ബെൽറ്റ്. ഇത് എൻ്റെ കർണാടക എന്നുള്ള സ്റ്റേറ്റിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് വരുന്ന ഒരു ബെൽറ്റ് ആണ്. നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും കുദ്രോമുഖ് മൈൻസ്. അതൊക്കെ ഈ പറയുന്ന ബെല്ലാരി, ചിത്രദുർഗ, ചിക്മംഗ്ലൂർ, തുംകൂർ ബെൽറ്റിനകത്ത് വരുന്ന ഒരു മൈനാണ്. സോ ഇവിടെ നിന്ന് മാംഗ്ലൂർ പോർട്ട് വഴി വളരെയധികം എക്സ്പോർട്ട് നടക്കാറുണ്ട്. ദെൻ മഹാരാഷ്ട്ര ഗോവ ബെൽറ്റ്. മഹാരാഷ്ട്ര ഗോവ റീജിയൻസിനെ മൊത്തത്തിൽ കവർ ചെയ്തുകൊണ്ട് വരുന്ന ബെൽറ്റാണ് മഹാരാഷ്ട്ര ഗോവ ബെൽറ്റ് എന്ന് പറയുന്നത്. ഇവിടുന്ന് കിട്ടുന്ന ഓർ എന്ന് പറയുന്നത് വളരെ മോഡറേറ്റ് ക്വാളിറ്റിയിലുള്ള ഓറാണ്. അത് കണക്ക് തന്നെ മർമഗോവ പോർട്ട് വഴിയാണ് ഇവിടുത്തെ കൂടുതലും എക്സ്പോർട്ട് ഒക്കെ നടക്കാറുള്ളത്. ദെൻ മാംഗനീസ്. മാംഗനീസ് എന്ന് പറയുന്നത് കൂടുതലും ദർവാർ സിസ്റ്റമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ഒരു മിനറൽ ആണ്. എന്താ ഈ പറയുന്ന ദർവാർ സിസ്റ്റം എന്ന് പറയുന്നത്? അതായത് ആൻഷ്യന്റ് ഇന്ത്യ സമയത്ത് മെറ്റമോർഫൈസ്ഡ് ആയിട്ടുള്ള സെഡിമെന്ററി റോക്ക് സിസ്റ്റത്തിലുള്ള വളരെ റിച്ച് ആയിട്ടുള്ള വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള മിനറൽസ് ആണ് ദർവാർ സിസ്റ്റത്തിൽ വരുന്നത്. ഈ പറയുന്ന ഗോൾഡ്, അയണ്, അങ്ങനെയുള്ള വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള മാംഗനീസ് തുടങ്ങിയ ഡെപ്പോസിറ്റുകളൊക്കെ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഈ മാംഗനീസ് കൂടുതലും യൂസ് ചെയ്യുന്നത് ബ്ലീച്ചിങ് പൗഡർ ആയിട്ടും അതിനൊക്കെ തന്നെ ഇൻസെക്ടിസൈഡ്സ് ആയിട്ടും പെയിന്റ്സിന് വേണ്ടിയിട്ടും ഒക്കെയാണ്. സോ ഈ മാംഗനീസിന്റെ കേസിൽ മേജർ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് മധ്യപ്രദേശ് ആണ്. ദെൻ ഒറീസ, കർണാടക, ഒഡീഷ, കർണാടക തുടങ്ങിയ സ്റ്റേറ്റുകളാണ്. ഇനി നോൺ ഫെറസ് മെറ്റൽസ്. നോൺ ഫെറസ് മെറ്റൽസ് എന്ന് പറയുന്നത് അതായത് അയണിന്റെ കണ്ടന്റ് തീരെ ഇല്ലാത്ത മിനറൽസിനെയാണ് നമ്മൾ നോൺ ഫെറസ് മിനറൽസ് അല്ലെങ്കിൽ നോൺ ഫെറസ് മെറ്റൽസ് എന്ന് പറഞ്ഞാൽ അയൺ കണ്ടന്റ് തീരെ ഇല്ലാത്ത മെറ്റൽസിനെയാണ് നമ്മൾ നോൺ ഫെറസ് മെറ്റൽസ് എന്ന് പറയുക. അതിൽ ഏറ്റവും പ്രോമിനന്റ് ആയിട്ട് വരുന്ന ഒന്നാണ് ബോക്സൈറ്റ്. ബോക്സൈറ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്ന പോലെ അലൂമിനിയത്തിന്റെ ഓറാണ് ഈ പറയുന്ന ബോക്സൈറ്റ്. ടെർഷറി ഡെപ്പോസിറ്റുകളാണ് ഇത് കാണപ്പെടുന്നത്. ടെർഷറി ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് സെൻസോയിക് എറ പീരീഡിലുള്ള ജിയോളജിക്കൽ ഫോർമേഷനെയാണ് നമ്മൾ ടെർഷറി ഡെപ്പോസിറ്റ് എന്ന് പറയുക. അത് കണക്ക് തന്നെ ഇത് കൂടുതലും കാണപ്പെടുന്നത് പെനിൻസുലാർ ഇന്ത്യ ഭാഗങ്ങളിലായിട്ടാണ്. സോ അത് കണക്ക് തന്നെ ഇന്ത്യയുടെ തീരപ്രദേശങ്ങൾ, സമതലങ്ങളിലൊക്കെ ഇത് കാണപ്പെടുന്നുണ്ട്. ഒഡീഷയാണ് ബോക്സൈറ്റിന്റെ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ എന്ന് പറയുന്നത്. ഇനി കോപ്പർ. ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രിയിൽ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത അത്രയും ഇമ്പോർട്ടൻസ് ഉള്ള ഒന്നാണ് ഈ പറയുന്ന കോപ്പർ എന്ന് പറയുന്നത്. വയേഴ്സ് ആയാലും മോട്ടോഴ്സ് ആയാലും ഇലക്ട്രിക്കൽ മോട്ടോഴ്സ് ആയാലും ട്രാൻസ്ഫോമേഴ്സ് ആയാലും ജനറേറ്റേഴ്സ് ആയാലും തുടങ്ങിയ എല്ലാ മേഖലകളിലും ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രിയിൽ മൊത്തത്തിൽ റൂൾ ചെയ്യുന്ന ഒന്നാണ് ഈ പറയുന്ന കോപ്പർ. സോ ഈ കോപ്പറിന്റെ ഡെപ്പോസിറ്റ്സ് കൂടുതലുള്ളത് ജാർഖണ്ഡിലാണ്. ജാർഖണ്ഡിലെ സിംഗ്ഭൂം ഡിസ്ട്രിക്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് കണക്ക് തന്നെ മധ്യപ്രദേശ്, രാജസ്ഥാൻ തുടങ്ങിയ സ്റ്റേറ്റുകളിലാണ് ഈ പറയുന്ന കോപ്പറിന്റെ ഡെപ്പോസിറ്റ് നമുക്ക് കൂടുതൽ കാണാൻ സാധിക്കുന്നത്. ഇനി നോൺ മെറ്റാലിക് മിനറൽസ്, അതായത് മെറ്റലിന്റെ കണ്ടന്റ് തീരെ ഇല്ലാത്ത മിനറൽസിനെയാണ് നമ്മൾ നോൺ മെറ്റാലിക് മിനറൽസ് എന്ന് പറയുന്നത്. ഈ നോൺ മെറ്റാലിക് മിനറൽസ് ഒരുപാട് സെക്ടേഴ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് കോട്ടിങ്സ് ആയിട്ടും ഇൻസുലേറ്റിംഗ് കേബിൾസ് ആയിട്ടും ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസ് ആയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അത് കണക്ക് തന്നെ ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന നോൺ മെറ്റാലിക് മിനറൽസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് മൈക്കയാണ്. ഓക്കെ, മൈക്കയോടൊപ്പം തന്നെ നമ്മൾ ലൈംസ്റ്റോൺ, ഡോളമൈറ്റ്, ഫോസ്ഫേറ്റ് തുടങ്ങിയ മിനറൽസും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത് നമ്മൾ മൈക്ക തന്നെയാണ്. സോ ഫസ്റ്റ് വൺ മൈക്ക. എന്താണ് മൈക്ക? മൈക്ക ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഈ പറഞ്ഞ ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രീസിലാണ് യൂസ് ചെയ്യുന്നത്. അതിനൊക്കെ തന്നെ വളരെയധികം ടഫാണ്. അത് കണക്ക് തന്നെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കുന്ന ഒന്നാണ് മൈക്ക. മൈക്ക ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ജാർഖണ്ഡ്, ആന്ധ്ര, തെലങ്കാന, രാജസ്ഥാൻ, തമിഴ്നാട്, വെസ്റ്റ് ബംഗാൾ, മധ്യപ്രദേശ് തുടങ്ങിയ റീജിയൻസ് ആണ് മൈക്കനെ വളരെയധികം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നോൺ മെറ്റാലിക് മിനറൽസിന്റെ കേസിൽ നമ്മൾ പറഞ്ഞ മറ്റൊന്നായിരുന്നു ഈ പറഞ്ഞ ഫ്യൂവൽ മിനറൽസ്. ഫ്യൂവൽ മിനറൽസ് എന്ന് പറയുമ്പോൾ എനർജി സെക്ടറിൽ എനർജി റിസോഴ്സ് ആയിട്ട് ഭയങ്കര അധികം യൂസ് ചെയ്യുന്ന ഒന്നാണ് ഈ പറഞ്ഞ ഫ്യൂവൽ മിനറൽസ്. അതായത് പവർ ജനറേഷന് വേണ്ടിയിട്ടാണ് ഇവ കൂടുതലും നമ്മൾ യൂസ് ചെയ്യുക. അത് കണക്ക് തന്നെ
ട്രാൻസ്പോർട്ടേഷൻ സെക്ടറിലായാലും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ മേജർ മിനറൽസ് ഇവിടെ പറയുന്നത് കോള്, പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. ഇവയെല്ലാം കൺവെൻഷണൽ സോഴ്സ് ആണ്, എക്സോസ്റ്റബിൾ സോഴ്സുകളാണ്. കാരണം എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നതിനനുസരിച്ച് ഇതിന്റെ ലഭ്യത തീർന്നുകൊണ്ടേയിരിക്കും. സോ അത് എക്സോസ്റ്റബിൾ ആയിട്ടുള്ള റിസോഴ്സുമാണ്. എനർജി സെക്ടറിനെ നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യയുടെ എനർജി സെക്ടറിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? 2030 കൂടി നമ്മുടെ ഇലക്ട്രിസിറ്റി ജനറേഷൻ എന്ന് പറയുന്നത് ഒരു ഹാഫ് എങ്കിലും, ഒരു 50% എങ്കിലും നോൺ ഫോസിൽ ഫ്യൂൽസിൽ നിന്ന് കൊണ്ടുവരണമെന്നാണ് ഇന്ത്യ എക്സ്പെക്ട് ചെയ്യുന്നത്. വേൾഡ് എനർജി ഔട്ട്ലുക്ക് 2023 റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടാണ് ഇത് പറയുന്നത്. നമ്മുടെ ഇലക്ട്രിസിറ്റി ജനറേഷൻ ഒരു 50% എങ്കിലും, ഒരു ഹാഫ് പെർസെന്റേജ് എങ്കിലും നമ്മൾ ഈ പറയുന്ന നോൺ ഫോസിൽ ഫ്യൂൽസിൽ നിന്ന് കൊണ്ടുവരണമെന്നാണ് ഇന്ത്യ എക്സ്പെക്ട് ചെയ്യുന്നത്. ഈ വേൾഡ് എനർജി ഔട്ട്ലുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ വേൾഡ് എനർജി ഔട്ട്ലുക്ക് പബ്ലിഷ് ചെയ്യുന്നത് ആരാണ്? ഇറ്റ്സ് ബൈ ഇന്റർനാഷണൽ എനർജി ഏജൻസി. പലപ്പോഴും പ്രിലിംസിന് നമ്മൾ റിപ്പോർട്ടുകളും അത് പബ്ലിഷ് ചെയ്യുന്ന ഏജൻസികളൊക്കെ ചോദിച്ചു കാണാറുണ്ട്. സോ അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. ഓക്കെ, സോ ഇന്ത്യ എന്ന് പറയുന്നത് എനർജി സെക്ടറിന്റെ കേസിൽ 3rd ലാർജസ്റ്റ് പ്രൈമറി എനർജി കൺസ്യൂമർ ആണ്. ലോകമൊട്ടാകെയുള്ള 3rd ലാർജസ്റ്റ് പ്രൈമറി എനർജി കൺസ്യൂമർ ആണ് ഇന്ത്യ. അതുകണക്ക് നമുക്ക് എനർജി സ്ട്രാറ്റജി ഉണ്ട്, ഡ്രാഫ്റ്റ് എനർജി പോളിസി ഉണ്ട്. 2040 കൂടി എനർജി റെഡി എന്നുള്ള സ്ലോഗനിലാണ് നമ്മൾ മുന്നോട്ട് പോണത്. സോ എനർജി സെക്ടറിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് കോള്. കോളിന്റെ ഇന്ത്യയുടെ അവസ്ഥ എന്താണ്? ഇന്ത്യ എന്ന് പറയുന്ന കോളിന്റെ കേസിൽ 2nd ലാർജസ്റ്റ് പ്രൊഡ്യൂസറും ആണ്, അതേസമയം കൺസ്യൂമറും ആണ്. ചൈനയാണ് ഫസ്റ്റ് പ്ലേസിൽ വന്നിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ 55% എനർജി നീഡ്സും നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഈ പറയുന്ന കോളിൽ നിന്നാണ്. അതേണക്ക് തന്നെ ലേറ്റസ്റ്റ് ഡേറ്റ പ്രകാരം മാർച്ച് 2024 ഡേറ്റ പ്രകാരം നമ്മുടെ കോൾ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 900 മില്യൺ ടൺസിലേക്ക് ഉയർന്നിട്ടുണ്ട്. അത്രയും ഒരു കോൾ പ്രൊഡക്ഷൻ നമ്മൾ എത്തിയിട്ടുണ്ട്. അതേണക്ക് തന്നെ ആത്മനിർഭർ ഭാരത് ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായിട്ട് ഡൊമസ്റ്റിക് കോക്കിംഗ് കോൾ പ്രൊഡക്ഷൻ 140 മില്യൺ ടണ്ണാക്കി 2030 കൂടി ഉയർത്തുക എന്നുള്ളതാണ് നമ്മുടെ മറ്റൊരു ലക്ഷ്യം എന്ന് പറയുന്നത്. സോ എന്താണ് ഈ പറയുന്ന ഡൊമസ്റ്റിക് കോക്കിംഗ് കോൾ എന്ന് പറയുന്നത്? കോക്കിംഗ് കോൾ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ബിറ്റുമിനസ് കോൾ. വളരെയധികം കാർബൺ കണ്ടന്റ് ഉള്ള, അതേണക്ക് തന്നെ മോയ്സ്ചർ വാല്യൂ തീരെ കുറഞ്ഞ, നല്ല എനർജി വാല്യൂ ഉള്ള കോളിനെയാണ് നമ്മൾ കോക്കിംഗ് കോൾ എന്ന് പറയുക. സോ ഈ ആത്മനിർഭർ ഭാരത് ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായിട്ട് 2030 കൂടി 140 മില്യൺ ടൺ പ്രൊഡക്ഷൻ ഡൊമസ്റ്റിക് കോക്കിംഗ് കോളിൽ എത്തുക എന്നുള്ളതാണ് ഇന്ത്യയുടെ മറ്റൊരു ഒബ്ജക്റ്റീവ്. അതേണക്ക് തന്നെ കോൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് തെർമൽ പവർ സ്റ്റേഷൻസ്, സ്റ്റീൽ പ്ലാന്റ്സ്, റെയിൽവേ, സിമെന്റ് ഫാക്ടറീസ് തുടങ്ങിയവയൊക്കെയാണ്. ഇനി കോൾ സെക്ടർ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ചലഞ്ചസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇനാഡിക്വേറ്റ് മൈനിങ് ടെക്നോളജി. ഇന്ത്യ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ്. നമ്മുടെ മൈനിങ് ടെക്നോളജി വളരെയധികം ഔട്ട്ഡേറ്റഡ് ആണ്. മോഡേൺ ടെക്നോളജീസ് അഡോപ്റ്റ് ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ടും അതിന്റെ ഹൈ കോസ്റ്റ് ഒക്കെ ഇന്ത്യനെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അത് രണ്ടും ഒരു ഇഷ്യൂ ആണ്. അതേണക്ക് തന്നെ എൻവയോൺമെന്റൽ ഇഷ്യൂസ്, ഈ മൈനിങ് ക്രിയേറ്റ് ചെയ്യുന്ന കാരണമുള്ള എൻവയോൺമെന്റൽ ഇഷ്യൂസും മറ്റൊരു പ്രശ്നമായിട്ട് വരുന്നുണ്ട്. അതേപോലെ ലോ ഗ്രേഡ് കോള്, ഇന്ത്യയിൽ കൂടുതൽ നമ്മൾ കാണപ്പെടുന്നത് ലോ ഗ്രേഡ് കോളുകളാണ്. അതായത് കാർബന്റെ കണ്ടന്റ് തീരെ കുറഞ്ഞിട്ടുള്ള, മോയ്സ്ചർ വാല്യൂ വളരെയധികം കൂടിയിട്ടുള്ള, എനർജി വാല്യൂ കുറഞ്ഞിട്ടുള്ള കോളുകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയണേ ലിഗ്നൈറ്റ്. ലിഗ്നൈറ്റ് ഈ പറയുന്ന പോലെ തന്നെ വളരെ കാർബൺ കണ്ടന്റ് കുറഞ്ഞിട്ടുള്ള, അതേപോലെ തന്നെ മോയ്സ്ചർ വാല്യൂ വളരെ കൂടിയിട്ടുള്ള, എനർജി വാല്യൂ കുറഞ്ഞിട്ടുള്ള ഒരു ടൈപ്പ് കോളാണ് ഈ പറയുന്ന ലിഗ്നൈറ്റ്. അതേണക്ക് തന്നെ കോക്കിംഗ് കോളിന്റെയും കുറവ് വളരെയധികം നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. 2030 കൂടി തന്നെ ഒരു 140 മില്യൺ ടൺ പ്രൊഡക്ഷനിലേക്ക് എത്തണം കോക്കിംഗ് കോൾ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കോക്കിംഗ് കോളിന്റെ ഇന്ത്യയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന്. ദെൻ ഈ ഒരു കോൾ സെക്ടർ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് കൊണ്ടുവന്ന ഇന്റർവെൻഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, കോൾ ഇന്ത്യ ലിമിറ്റഡ്. കോൾ ഇന്ത്യ ലിമിറ്റഡ് 1975 കൊണ്ടുവന്ന ഒന്നാണ്. അതായത് കോൾ പ്രൊഡക്ഷൻ ബൂസ്റ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെയായിരുന്നു ഈ പറയുന്ന കോൾ ഇന്ത്യ ലിമിറ്റഡ് വരുന്നത്. ഇതൊരു മഹാരത്ന പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ആണ്. ഈ മഹാരത്ന, നവരത്ന, അതിന്റെ ക്രൈറ്റീരിയ കാര്യങ്ങളൊക്കെ പലപ്പോഴും ചോദിച്ച് കാണാറുള്ള ഒരു മേഖലയാണ്. സോ അതിന്റെ ആ ക്രൈറ്റീരിയ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് നോക്കിപ്പോവുക. സോ ഈ പറയുന്ന കോൾ ഇന്ത്യ ലിമിറ്റഡ് ഒരു മഹാരത്ന പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ആണ്. അതേണക്ക് തന്നെ ഇന്ത്യയുടെ കോൾ പ്രൊഡക്ഷനിലെ 82% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് കോൾ ഇന്ത്യ ലിമിറ്റഡ് ആണ്. ദെൻ കോൾ മൈൻസ് ആക്ട് 2015. കോൾ മൈൻസ് ആക്ട് 2015 കോൾ മൈൻസ് അലോക്കേറ്റ് ചെയ്യുന്നതിൽ കൂടുതൽ ട്രാൻസ്പെറൻസി കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തോടെയായിരുന്നു ഈ പറയുന്ന കോൾ മൈൻസ് ആക്ട് 2015 വരുന്നത്. അതേണക്ക് തന്നെ ഈ ഒരു കോൾ മൈനിങ് സെക്ടേഴ്സ് പ്രൈവറ്റ് സെക്ടറിനും കൂടി ഓപ്പൺ അപ്പ് ചെയ്തുകൊണ്ട് ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശമായിരുന്നു കോൾ മൈൻസ് ആക്ട് 2015 ഉണ്ടായിരുന്നത്. ഇനി കോൾ ബേസ്ഡ് അൾട്രാ മെഗാ പവർ പ്രോജക്ട്. കോൾ ബേസ്ഡ് അൾട്രാ മെഗാ പവർ പ്രോജക്ട് എന്ന് പറയുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും
സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റിയും അതേണക്ക് തന്നെ പവർ ഫിനാൻസ് കോർപ്പറേഷൻ ലിമിറ്റഡും കൂടെ ചേർന്ന് ലോഞ്ച് ചെയ്ത ഒന്നാണ് കോൾ ബേസ്ഡ് അൾട്രാ മെഗാ പവർ പ്രോജക്ട്. 15 എണ്ണമാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. നിലവിൽ 2 എണ്ണമാണ് ഫങ്ഷണൽ ആയിട്ടുള്ളത്. ഒന്ന് ഗുജറാത്തിലെ മുന്ദ്രയിലും രണ്ടാമത്തത് മധ്യപ്രദേശിലുമാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് കോൾ മിത്ര വെബ് പോർട്ടൽ 2016 വന്ന ഒരു പോർട്ടലാണ് ഇത്. അതായത് ഡൊമസ്റ്റിക് കോളിന്റെ യൂട്ടിലൈസേഷനെ കുറിച്ചുള്ള ഇൻഫർമേഷനും അതിൽ കുറച്ചും കൂടെ ഫ്ലെക്സിബിലിറ്റി കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തോടെയായിരുന്നു ഈ പറയുന്ന കോൾ മിത്ര വെബ് പോർട്ടൽ വരുന്നത്. ദെൻ ക്രൂഡ് ഓയിലിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ 2014 തൊട്ട് 2014-15 ആ ഒരു കാലഘട്ടം തൊട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഓൺഷോർ പ്രൊഡക്ഷൻ ആയാലും അതേപോലെ തന്നെ ഓഫ് ഷോർ പ്രൊഡക്ഷൻ ആയാലും കണ്ടിന്യൂസ്ലി ഡിക്ലൈൻ സ്റ്റേറ്റിലാണ് കാണപ്പെടുന്നത്. ഓൺഷോർ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ത്രൂ ലാൻഡ് പ്രൊഡക്ഷൻ ആണ്. അതേണക്ക് തന്നെ ഓഫ് ഷോർ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഓഷൻ പ്രൊഡക്ഷൻ ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. സോ ഈ രണ്ടും ലാൻഡ് ആയാലും ഓഷൻ ആയാലും ഒക്കെ ക്രൂഡ് ഓയിൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് വളരെയധികം ഡിക്ലൈൻ സ്റ്റേറ്റിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ എന്ന് പറയുന്ന 3rd ലാർജസ്റ്റ് ക്രൂഡ് ഓയിൽ ഇമ്പോർട്ടർ ആണ്. അതേപോലെ തന്നെ നമ്മുടെ സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 5.33 മില്യൺ ടൺ ആണ്. അത് കൂടുതലും ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന വിശാഖപട്ടണം, പാധൂർ ആൻഡ് മാംഗ്ലൂർ ബേസ് ചെയ്തിട്ടുമാണ്. നമ്മുടെ ഇപ്പോഴത്തെ ഒരു റിസർവ്സിന്റെ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഒരു 2 ഡെക്കേഡ്സും കൂടെ മാത്രം നമ്മുടെ നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ക്രൂഡ് ഓയിൽ മാത്രമേ ഇന്ത്യയിൽ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. അതേപോലെ നമ്മുടെ ക്രൂഡ് ഓയിലിന്റെ ഒരു 80% റിക്വയർമെന്റ്സ് നമ്മൾ ത്രൂ ഇമ്പോർട്ട് വഴിയാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. സോ നമ്മുടെ എക്സ്പോർട്ട് ആണെങ്കിൽ ഒരു 50% ഈ ഓയിൽ ബിൽസ്, ഇമ്പോർട്ട് ഓയിൽ ബിൽസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെലവാക്കുന്നത്. ഓക്കെ, ദെൻ ഈ ഒരു ക്രൂഡ് ഓയിലിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഗവൺമെന്റ് ഇന്റർവെൻഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. നിലവിൽ പ്രൈവറ്റ് സെക്ടറിനും ഈ ഒരു ക്രൂഡ് ഓയിൽ ഫീൽഡിൽ അലോ ചെയ്തിട്ടുണ്ട്. അവർക്കും എക്സ്പ്ലോറേഷൻ പ്രൊഡക്ഷൻ ഒക്കെ നടത്താനുള്ള അനുമതി ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്. അതേണക്ക് തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് പ്രൈസ് മെക്കാനിസം ഡിസ്ബാൻഡിൽ ചെയ്തിട്ടുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് പ്രൈസ് മെക്കാനിസം എന്ന് പറയുന്നത് ഗവൺമെന്റ് ആണ് പ്രൈസ് ഫിക്സ് ചെയ്യുക. ആ ഒരു രീതി എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അതേണക്ക് തന്നെ ഡൊമസ്റ്റിക് കമ്പനീസിനും ഇന്റർനാഷണൽ ഓയിൽ റിസർവുകൾ അക്വയർ ചെയ്യാനും അതേണക്ക് തന്നെ അതിന്റെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനും ഒക്കെ ഉള്ള പെർമിഷനും അലോ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ 1997 വന്ന ന്യൂ എക്സ്പ്ലോറേഷൻ ആൻഡ് ലൈസൻസിങ് പോളിസി അത് റീപ്ലേസ് ചെയ്ത് ഹെൽപ്പ് എന്ന് പറയുന്ന പുതിയ ഒരെണ്ണം വന്നിട്ടുണ്ട്. ഹൈഡ്രോ കാർബൺ എക്സ്പ്ലോറേഷൻ ആൻഡ് ലൈസൻസിങ് പോളിസി 2016 ഇത് വരുന്നത്. അതായത് ഇതൊരു സിംഗിൾ ലൈസൻസിങ് സിസ്റ്റം ആണ്. ദെൻ വന്നതാണ് ന്യൂ എക്സ്പ്ലോറേഷൻ ലൈസൻസിങ് പോളിസി 1997 ഇത് വരുന്നത്. അത് റീപ്ലേസ് ചെയ്തുകൊണ്ട് പുതിയ ഒന്നായ ഹൈഡ്രോ കാർബൺ എക്സ്പ്ലോറേഷൻ ലൈസൻസിങ് പോളിസി 2016 വന്നിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഒരു മേന്മ എന്ന് പറഞ്ഞാൽ സിംഗിൾ ലൈസൻസ് പ്രൊവൈഡ് ചെയ്യുക. അതായത് എക്സ്പ്ലോറേഷനിലായാലും പ്രൊഡക്ഷനിലായാലും ഒക്കെ കൺവെൻഷണൽ സോഴ്സുകളായാലും നോൺ കൺവെൻഷണൽ സോഴ്സുകളായാലും ഒക്കെ ഒരു സിംഗിൾ ലൈസൻസിങ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഈ ഹെൽപ്പ് എന്ന് പറയുന്ന പോളിസി വരുന്നത്. അതേപോലെ തന്നെ മറ്റൊരു സ്കീമാണ് ഹൈഡ്രോ കാർബൺ വിഷൻ 234 നോർത്ത് ഈസ്റ്റേൺ റീജിയൻസിനെ കുറച്ചും കൂടെ മുൻനിരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഗവൺമെന്റ് ഈ ഒരു സ്കീം കൊണ്ടുവരുന്നത്. ക്ലീൻ ഫ്യൂവൽ കുറച്ചും കൂടെ മെച്ചപ്പെടുത്തുക, അതേ കണക്ക് തന്നെ ബെറ്റർ കോപ്പറേഷൻ, നൈബറിംഗ് കൺട്രീസുമായിട്ടുള്ള ബെറ്റർ കോപ്പറേഷൻസ് കൊണ്ടുവരിക, അവർക്ക് കുറച്ചും കൂടി എംപ്ലോയ്മെന്റ് പ്രൊവൈഡ് ചെയ്യുക, അങ്ങനെയുള്ള ഉദ്ദേശത്തോടെയാണ് ഹൈഡ്രോ കാർബൺ വിഷൻ 234 നോർത്ത് ഈസ്റ്റ് നിലവിൽ വരുന്നത്. പിന്നീട് ഉണ്ടായിരുന്ന സ്കീമാണ് പഹൽ സ്കീം. 2015 പഹൽ സ്കീം വരുന്നത്. അതായത് LPG കസ്റ്റമേഴ്സിന് ത്രൂ ദെയർ ബാങ്ക് അക്കൗണ്ടിൽ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ DBT ട്രാൻസ്ഫർ നടത്തുക എന്നുള്ള ഉദ്ദേശമായിരുന്നു പഹലിനുണ്ടായിരുന്നത്. ഈ ഒരു പഹൽ സ്കീം എന്ന് പറഞ്ഞ വേൾഡ് ലാർജസ്റ്റ് DBT സ്കീമായിട്ട് മാറുകയും ചെയ്തു. അതിന്റെ പേരിൽ ഇത് ഗിന്നസ് റെക്കോർഡിൽ എൻ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇതൊക്കെയാണ് ക്രൂഡ് ഓയിലിന്റെ കേസിൽ വന്നിട്ടുള്ള ഗവൺമെന്റ് ഇന്റർവെൻഷൻസ്. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഈ പറഞ്ഞ ഹെൽപ്പ് 2016 പോളിസി, അതേപോലെ തന്നെ ഹൈഡ്രോ കാർബൺ വിഷൻ 234 നോർത്ത് ഈസ്റ്റ്, ദെൻ പഹൽ സ്കീം ഒക്കെ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്കീമുകളാണ്. ദെൻ ഉണ്ടായ ഒന്നാണ് ലക്ഷ്യ ഭാരത് പോർട്ടൽ. 2021 ലക്ഷ്യ ഭാരത് പോർട്ടൽ നിലവിൽ വരുന്നത്. അതായത് ഓയിൽ ഗ്യാസ് ഓർഗനൈസേഷൻസിന്റെ ഇൻഫർമേഷൻ പോർട്ടൽ ആയിട്ടാണ് ഈ പറഞ്ഞ ലക്ഷ്യ ഭാരത് പോർട്ടൽ വർക്ക് ചെയ്യുന്നത്. അതായത് എല്ലാ ഓർഗനൈസേഷന്റെയും പ്രൊക്യൂർമെന്റ് ആയാലും അവരുടെ ഫ്യൂച്ചർ പ്രൊജക്ഷൻസ് ഒക്കെ ആയാലും അപ്ലോഡ് ചെയ്യുക, അത് പബ്ലിക്കിന് അസസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മാറ്റുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ലക്ഷ്യ ഭാരത് പോർട്ടൽ നിലവിൽ വരുന്നത്. എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും അസസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ പറയുന്ന ലക്ഷ്യ ഭാരത് പോർട്ടല്. സോ ലക്ഷ്യ ഭാരത് പോർട്ടലിന്റെ മേജർ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് തന്നെ ആത്മനിർഭർ ഭാരത് ഇനിഷ്യേറ്റീവിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് വരുന്നത്. നെക്സ്റ്റ് വൺ നാച്ചുറൽ ഗ്യാസ്. നാച്ചുറൽ ഗ്യാസ് കൂടുതലും കാണപ്പെടുന്ന മേഖലകളെന്ന് പറയുന്നത് മഹാരാഷ്ട്ര, ഗുജറാത്ത്, ത്രിപുര, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, രാജസ്ഥാൻ തുടങ്ങിയ മേഖലകളിലാണ് നാച്ചുറൽ ഗ്യാസ് ഡെപ്പോസിറ്റ് വളരെയധികം കൂടുതലായിട്ടുള്ളത്. സോ ഇന്ത്യയുടെ എനർജി ബാസ്കറ്റിന്റെ 6.7% നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഈ പറയുന്ന നാച്ചുറൽ ഗ്യാസിലാണ്.
അതേപോലെ തന്നെ ഇന്ത്യയുടെ എക്സ്പെക്ടഡ് വിഷൻ എന്ന് പറയുന്നത് 2030 കൂടി എനർജി ബാസ്ക്കറ്റിൽ 50%, 15% നാച്ചുറൽ ഗ്യാസിന്റെ കോൺട്രിബ്യൂഷൻ വേണമെന്നുള്ളതാണ്. സോ ഒരു നാച്ചുറൽ ഗ്യാസിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സിന്റെ ഡോമിനൻസ് ആണ് ഇവിടെ കൂടുതലും കാണാൻ കഴിയുക. ഒരു 80%+ ഷെയർ ഹോൾഡ് ചെയ്യുന്നത് ഈ പറയുന്ന പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സ് ആണ്. നിലവിൽ ഗവൺമെന്റ് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ ആയിട്ടുള്ള മെഷേഴ്സുകളൊക്കെ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രൈവറ്റ് സെക്ടറിനെ നാച്ചുറൽ ഗ്യാസ് പ്രൊഡക്ഷനിലേക്ക് ഇൻവോൾവ് ചെയ്യിക്കാന്നുള്ള ഉദ്ദേശത്തോടെ പല സ്കീംസും അനൗൺസ് ചെയ്യുന്നുണ്ട്. ദെൻ അങ്ങനെ വന്നൊരു സ്കീമായിരുന്നു നാച്ചുറൽ ഗ്യാസ് ഗ്രിഡ്. അതായത് അക്രോസ് ദ കൺട്രി, ഇന്ത്യ ഒട്ടാകെ നാച്ചുറൽ ഗ്യാസ് പൈപ്പ് ലൈൻസ് സ്ഥാപിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് നാച്ചുറൽ ഗ്യാസ് ഗ്രിഡ് വരുന്നത്. അതായത് എല്ലാ മേജർ സെന്റേഴ്സുമായിട്ടും അതേപോലെ തന്നെ മേജർ സെക്ടേഴ്സുമായിട്ടും കണക്ട് ചെയ്യപ്പെടുക എന്നുള്ള ഉദ്ദേശമായിരുന്നു നാച്ചുറൽ ഗ്യാസ് ഗ്രിഡിന് ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ സിറ്റി ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് വന്ന ഒന്നായിരുന്നു. നെക്സ്റ്റ് ഉള്ളതാണ് നോർത്ത് ഈസ്റ്റ് ഗ്യാസ് ഗ്രിഡ് 2020. അതായത് 8 നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിനെ കണക്ട് ചെയ്തുകൊണ്ട് വന്ന ഒരു നാച്ചുറൽ ഗ്യാസ് ഗ്രിഡ് ആയിരുന്നു ഈ പറഞ്ഞ നോർത്ത് ഈസ്റ്റ് ഗ്രിഡ് എന്നുള്ളത്. 1656 കിലോമീറ്റർ ആണ് ഇതിന്റെ മൊത്തത്തിലുള്ള ലെങ്ത്. അത് കണക്ക് തന്നെ ഇന്ദ്രധനുഷ് ഗ്യാസ് ഗ്രിഡ് ലിമിറ്റഡിന്റെ ഭാഗമായിട്ട് വന്ന ഒന്നാണ് ഈ പറഞ്ഞ നോർത്ത് ഈസ്റ്റ് ഗ്യാസ് ഗ്രിഡ് 2020. അവർക്ക് കുറച്ചും കൂടെ എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യുക, അതിനൊക്കെ ക്ലീൻ ഫ്യൂവലിൽ കുറച്ചും കൂടെ മാറുക തുടങ്ങിയ ഉദ്ദേശങ്ങളായിരുന്നു ഈ പറഞ്ഞ നോർത്ത് ഈസ്റ്റ് ഗ്യാസ് ഗ്രിഡ് 2020 എന്നുള്ള പ്രോജക്റ്റിന് പിന്നിൽ ഉണ്ടായിരുന്നത്. സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതായിട്ട് വന്നിട്ടുള്ള നേരത്തെ പറഞ്ഞ PYQs ആണ്. അതായത് നമ്മൾ മിനറൽസ് എന്ന ടോപ്പിക്ക് മൊത്തത്തിൽ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. എക്കോണമി ടേംസിലായാലും ശരി, ജോഗ്രഫിക്കൽ ടേംസിലായാലും ഒക്കെ ശരി. പക്ഷെ ഇനി നമ്മൾ നോക്കുന്നത് ഈ പറയുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. സോ 2023 വന്ന ക്വസ്റ്റ്യൻ നോക്കാം. ഇൽമനേറ്റ് ആൻഡ് റൂട്ടേൽ abundantly available in certain coastal tracts of India are rich source of which one of the following? അലൂമിനിയം, കോപ്പർ, അയൺ, ടൈറ്റാനിയം. ഇൽമനേറ്റും റൂട്ടേൽ എന്ന് പറയുന്നത് ടൈറ്റാനിയത്തിൻ്റെതാണ്. സോ അവിടെ ആൻസർ വരുന്നത് ടൈറ്റാനിയം ആണ്. ഇത് വളരെ സിമ്പിൾ ആയിട്ട് വന്ന വളരെ ഡയറക്റ്റ് പോലെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. ദെൻ 2020 കൺസിഡർ ദ ഫോളോയിങ് മിനറൽസ് ബെന്റനൈറ്റ്, ക്രോമൈറ്റ്, കാനൈറ്റ്, സിലിമനൈറ്റ് ഇൻ ഇന്ത്യ. വിച്ച് ഓഫ് ദ എബോവ് ഈസ് ഒഫീഷ്യലി ഡെസിഗ്നേറ്റഡ് ആസ് മേജർ മിനറൽസ്. ഇതിൽ ഏതൊക്കെയാണ് മേജർ മിനറൽസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബെന്റനൈറ്റ് മേജർ മിനറൽ അല്ല, അതൊരു മൈനർ മിനറൽ ആണ്. ദെൻ ക്രോമൈറ്റ്, കാനൈറ്റ്, സിലിമനൈറ്റ് ഇത് മൂന്നും എന്താണ് മേജർ മിനറൽസ് ആണ്. സോ എന്താണ് ഈ മേജർ മിനറൽസ്, മൈനർ മിനറൽസ്? പലപ്പോഴും ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് കണ്ടൊരു മേഖലയാണ് മേജർ മിനറൽസും മൈനർ മിനറൽസും. മേജർ മിനറൽസ് എന്ന് പറയുന്നത് മൈൻസ് ആൻഡ് മിനറൽസ് ഡെവലപ്മെന്റ് ആൻഡ് റെഗുലേഷൻ ആക്ട് 1957 ഫസ്റ്റ് സ്കെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള മിനറൽസ് ആണ് ഈ പറയുന്ന മേജർ മിനറൽസ്. അല്ലാത്തവയൊക്കെയാണ് മൈനർ മിനറൽസ് എന്ന് പറയുക. സോ മേജർ മിനറൽസിന്റെ കാര്യത്തിൽ റെഗുലേറ്റിംഗ് അതോറിറ്റി എന്ന് പറയുന്ന സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും. മൈനർ മിനറൽസിന്റെ കാര്യത്തിൽ ആരായിരിക്കും? സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിരിക്കും വരിക. സോ അതാണ് ഇവിടെയും മേജർ മിനറൽസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബെന്റോണൈറ്റ് എന്ന് പറയുന്ന ഒരു മൈനർ മിനറൽ ആണ്. ദെൻ ക്രോമൈറ്റ്, കാനൈറ്റ്, സിലിമനൈറ്റ് എന്നൊക്കെ പറയുന്നത് മേജർ മിനറൽസ് ആണ്. അഗൈൻ വീണ്ടും മൈനർ മിനറൽസിനെ കുറിച്ച് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. വിത്ത് റെഫറൻസ് ടു ദ മാനേജ്മെന്റ് ഓഫ് മൈനർ മിനറൽസ് ഇൻ ഇന്ത്യ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. Sand is a minor mineral according to the prevailing law in the country. Second statement, state government have the power to grant mining leases of minor minerals, but the powers regarding the formation of rules related to the grant of minor minerals lies with the central government. And third statement, state government have the power to frame rules to prevent illegal mining of minor minerals. ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ശരി എന്നുള്ളതാണ് ചോദ്യം. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, സാൻഡ് ഈസ് എ മൈനർ മിനറൽ. അതെ, സാൻഡ് മൈനർ മിനറൽ ആയിട്ടാണ് പറയുന്നത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ് ഹാവ് ദ പവർ ടു ഗ്രാന്റ് മൈനിങ് ലീസസ് ഓഫ് മൈനർ മിനറൽസ് ബട്ട് ദ പവേഴ്സ് റിഗാർഡിംഗ് ദ ഫോർമേഷൻ റൂൾസ് റിലേറ്റഡ് ടു ദ ഗ്രാന്റ് ഓഫ് മൈനർ മിനറൽസ് ലൈസ് വിത്ത് ദ സെൻട്രൽ ഗവൺമെന്റ്. അല്ല, അത് സ്റ്റേറ്റ് ഗവൺമെന്റ് അണ്ടറിൽ തന്നെയാണ് വരുന്നത്. മൈനർ മിനറൽസിന്റെ കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യുന്ന, അതിന്റെ പ്രൊക്യൂർമെന്റ് ആയാലും തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യുന്ന ആരാണ്? സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. സോ ആ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സോ അപ്പൊ തന്നെ നമുക്ക് ഓപ്ഷൻസിൽ 2 എന്നുള്ളത് എലിമിനേറ്റ് ചെയ്യാം. ദെൻ ഉള്ളത് സ്റ്റേറ്റ് ഗവൺമെന്റ് ഹാവ് ദ പവർ ടു ഫ്രെയിം റൂൾസ് ടു പ്രിവെന്റ് ഇലീഗൽ മൈനിങ് ഓഫ് മൈനർ മിനറൽസ്. അതെ, സ്റ്റേറ്റ് ഗവൺമെന്റിനാണ് ഇലീഗൽ മൈനിങ് കൺട്രോൾ ചെയ്യാനുള്ള റൂൾസ് കൊണ്ടുവരാനുള്ളത് അധികാരമുള്ളത് സ്റ്റേറ്റ് ഗവൺമെന്റിനാണ്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. സോ ഓപ്ഷൻ എ 1 and 3 ആണ് ശരിയായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 2015 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇൻ ഇന്ത്യ ദ സ്റ്റീൽ പ്രൊഡക്ഷൻ ഇൻഡസ്ട്രി റിക്വയർസ് ദ ഇമ്പോർട്ട് ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ്? ഓപ്ഷൻ എ സോൾട്ട്പീറ്റർ, ദെൻ റോക്ക് ഫോസ്ഫേറ്റ്, ദെൻ കോക്കിംഗ് കോൾ ആൻഡ് ഡി ആൾ ഓഫ് ദ എബോവ്. ഇതിൽ സ്റ്റീൽ ഇൻഡസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ട്
സ്റ്റീൽ പ്രൊഡക്ഷൻ ഇൻഡസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത് ഏതാണെന്നാണ് ചോദ്യം. ആൻസർ കോക്കിംഗ് കോൾ ആയിരുന്നു. ഓക്കെ, ഇതും വളരെയധികം ഡയറക്റ്റ് ആയിട്ട് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഈ പറയുന്ന സ്റ്റീൽ ഇൻഡസ്ട്രി ആയിട്ട് ചോദിച്ചത്. സ്റ്റീൽ പ്രൊഡക്ഷൻ ഇൻഡസ്ട്രി പലപ്പോഴും റിപ്പീറ്റ് ചെയ്തു വരുന്ന ഒരു മേഖലയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which one of the following mineral is found in monazite sand? So ഇതിൽ ഏത് ആണ് മോണസൈറ്റ് സാൻഡിൽ കാണപ്പെടുന്നത്? പൊട്ടാസ്യം, യുറേനിയം, തോറിയം, സോഡിയം. ആൻസർ എന്ന് പറയുന്നത് തോറിയം ആണ്. നമ്മൾ കേരളത്തിന്റെ സാൻഡിന്റെ കാര്യങ്ങളൊക്കെ ഈ പറയുന്ന ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ ആൻസർ തോറിയം ആണ്. ഇതും വളരെ സിമ്പിൾ ആയിട്ട് വന്നൊരു വൺ വേർഡ് പോലത്തെ ഒരു ചോദ്യമായിരുന്നു 2015 ഈ ഒരു ക്വസ്റ്റ്യൻ. 2023 ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. First statement, India, despite having uranium deposit, depends on coal for most of its electricity production. And second statement, uranium enriched to the extent of at least 60% is required for the production of electricity. നമ്മുടെ എനർജി സെക്ടറും ഇലക്ട്രിസിറ്റിയും ആയിട്ട്, അതായത് എനർജി സെക്ടറും കോളും ആയിട്ട് കണക്ട് ചെയ്ത് വന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഇന്ത്യ ഡെസ്പൈറ്റ് ഹാവിംഗ് യുറേനിയം ഡെപ്പോസിറ്റ് ഡിപ്പെൻഡ്സ് ഓൺ കോൾ ഫോർ മോസ്റ്റ് ഓഫ് ഇറ്റ്സ് ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ. തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞു 85% നമ്മുടെ കാര്യങ്ങള്, അതായത് നമ്മുടെ ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷന്റെ മേജർ പാർട്ടും വഹിക്കുന്നത് ഈ പറയുന്ന കോൾ ആണ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. യുറേനിയം എൻറിച്ച്ഡ് ടു ദ എക്സ്റ്റെന്റ് ഓഫ് അറ്റ്ലീസ്റ്റ് 60% ഈസ് റിക്വയർഡ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി. ഒരിക്കലും 60% യുറേനിയം ഒന്നുമില്ല, ജസ്റ്റ് 3 to 5% മാത്രമേ നമ്മൾ യുറേനിയത്തിന്റെ ആ ഒരു എക്സ്റ്റെന്റ് എൻറിച്ച്മെന്റ് പറയുന്നുള്ളൂ. സോ ആ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സോ സ്റ്റേറ്റ്മെന്റ് ഫസ്റ്റ് ഈസ് കറക്റ്റ്, ബട്ട് സ്റ്റേറ്റ്മെന്റ് സെക്കൻഡ് ഈസ് ഇൻകറക്റ്റ്. സി ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി 2020 ക്വസ്റ്റ്യൻ നോക്കാം. ദ ടേം വെസ്റ്റ് ടെക്സാസ് ഇന്റർമീഡിയറ്റ് സംടൈം ഫൗണ്ട് ഇൻ ന്യൂസ് റെഫേഴ്സ് ടു ദ ഗ്രേഡ് ഓഫ് ക്രൂഡ് ഓയിൽ, ബുല്ലിയൻ, റെയർ എർത്ത് എലമെന്റ്സ്, യുറേനിയം. ഈ വെസ്റ്റ് ടെക്സാസ് ഇന്റർമീഡിയറ്റ് എന്ന് പറയുന്ന ആ ഒരു ടൈമിൽ പത്രമാധ്യമങ്ങളിൽ വന്ന ഒരു ടേം ആയിരുന്നു. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ക്രൂഡ് ഓയിൽ ആണ്. വെസ്റ്റ് ടെക്സാസ് ഇന്റർമീഡിയറ്റ് എന്ന് പറയുന്ന ക്രൂഡ് ഓയിലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വാക്കാണ്. അതായത് ക്രൂഡ് ഓയിലിന്റെ ബെഞ്ച് മാർക്ക് ഓയിൽ പ്രൈസിംഗിൽ വരുന്ന ഒന്നാണ് ഈ പറയുന്ന വെസ്റ്റ് ടെക്സാസ് ഇന്റർമീഡിയറ്റ്. സോ ഇറ്റ്സ് റിലേറ്റഡ് ടു ക്രൂഡ് ഓയിൽ. ഇനി 2009 ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. MMTC Limited is India's largest international trading organization. Nilchal Ispat Nigam Limited has been set up by MMTC jointly with the government of Odisha. ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ശരി എന്നുള്ളതാണ് ചോദ്യം. സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയാണ്. MMTC എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു ഇന്റർനാഷണൽ ട്രേഡിംഗ് ഓർഗനൈസേഷൻ ആണ് MMTC. നീലാചൽ ഇസ്പത് നിഗം ലിമിറ്റഡ് എന്ന് പറയുന്നത് MMTC ആണ് സെറ്റപ്പ് ചെയ്തത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആയിട്ട് കൊലാബറേറ്റ് ചെയ്തിട്ടാണ് നീലാചൽ ഇസ്പത് നിഗം ലിമിറ്റഡ് സെറ്റപ്പ് ചെയ്തത്. സോ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഓക്കെ, സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ഈ ഒരു സിംഗിൾ ടോപ്പിക്കിൽ നിന്ന് മാത്രം വന്നിട്ടുണ്ട്. ഇതിനകത്ത് ജോഗ്രഫിയുടെ ആസ്പെക്റ്റും ഉണ്ട്, അതേ കണക്ക് തന്നെ എക്കോണമിയുടെ ആസ്പെക്റ്റും നമുക്ക് ഈ ഒരു മിനറൽസ് എന്ന ടോപ്പിക്കിൽ കാണാൻ സാധിക്കും. സോ ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് ടോപ്പിക്. ഓക്കെ.